നബി വഫാത്തായതൊന്നും ഞങ്ങൾ പ്രശ്നമാക്കാത്തത് എന്ന് പറയുന്നെങ്കിൽ മാന്യ സഹോദരങ്ങളെ ഒരുപാട് വിശദീകരിക്കാനുണ്ട്, മറുപടി ഒരുപാട് പറയാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട, ഈ സമൂഹത്തിന് നേർവഴിക്ക് നയിക്കേണ്ട ആളുകള് അവര് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഏട് കയ്യിലെടുക്കാറുണ്ട്, അല്ലേ? നബാത്യ ഖുത്ബ എന്നാണ് അതിന്റെ പേര്. എന്നിട്ട് അതിങ്ങനെ ഓതിക്കൊടുക്കലാണ് സാധാരണ ചെയ്യാറ്. ആ നബാത്യ ഖുത്ബക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ ആ സ്വഭാവം? റമദാൻ വന്നാൽ നോമ്പിനെ കുറിച്ച് പറയും, അല്ലേ? ദുൽഹിജ്ജ വന്നാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം പറയും. മുഹറം വന്നാൽ മൂസാ നബിയെ കുറിച്ച് പറയും. അതുപോലെ ആ മുഹറം നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയും. അതേ വലിയ പെരുന്നാളിൽ ചെന്നാൽ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിൽ ചെന്നാൽ ചെറിയ പെരുന്നാളിന്റെ ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. എങ്കിൽ എന്താണ് റബീഉൽ അവ്വൽ മാസത്തിൽ പറയേണ്ടിയിരുന്നത്? നമ്മുടെ നബാത്ത് ഖുത്ബകൾ എന്താണ് ചൊല്ലേണ്ടിയിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് മക്കളെ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? പക്ഷേ അതേ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നിരുന്നാൽ നേരെ മെമ്പറിലേക്ക് ഉസ്താദ് കയറുകയാണ്. വലിയൊരു കോട്ടൊക്കെ ധരിച്ച്, വലിയൊരു തലപ്പാവൊക്കെ ധരിച്ച്, കയ്യിലൊരു വാളൊക്കെ പിടിച്ച്, ഒരു വേലുത്തമ്പി തിളവ് നിൽക്കുന്ന രൂപത്തിലങ്ങ് നിന്നിട്ട് കയ്യിൽ ആ കിതാബിങ് എടുത്തിട്ട് അദ്ദേഹം ഓതി വരികയാണ്, ഓതിക്കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. എന്താ പറയുന്നത്? അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, വലാ അശ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജീഹി വസഫീഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി നഇയതിഹി. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ അല്ലാഹുവിന് വേണ്ടപ്പെട്ടവനായ തെരഞ്ഞെടുക്കപ്പെട്ടവനായ ഒരാളും തന്നെയില്ല. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരവുള്ള ഒരാളുമില്ല. അല്ലാഹുവിന്റെ അടുക്കൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളുമില്ലെങ്കിൽ വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി നഇയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആയുസ്സെത്തി കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിക്കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം. അതേ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഉസ്താദ് പറയുകയാണ്. എന്താ പറയുന്നത്? ജനങ്ങളെ, ഈ മാസം പോലൊരു മാസത്തിൽ എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നിങ്ങളുള്ളത്. ഇതുപോലൊരു മാസത്തിൽ ആ പ്രവാചകനെ സമീപിച്ചു. ആര് സമീപിച്ചു? മിർ റുസുലി റബ്ബിഹിൽ കിറാം, അല്ലാഹുവിന്റെ ആദരണീയരായ ദൂതന്മാർ. എങ്ങനെയുള്ള ദൂതന്മാർ? അൽ മുവക്കലീന ബിഖബ്ദി നുഫൂസിൽ അനാം, സൃഷ്ടികളുടെ ആത്മാവിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. ആ മലക്കുകൾ പ്രവാചകന്റെ അടുക്കലെത്തി. എന്നിട്ട് പ്രവാചകൻ ആ സമയത്ത് വേദന അനുഭവിച്ചു, നബി വിഷമിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്തുണ്ടായ വേദന കൊണ്ട് പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തു. ഫബക്കാലി മൻദിരിഹി മൻ അബ്സറ, അത് കണ്ടു നിന്നിരുന്നവർ മുഴുവൻ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഫലം യദ്ഫഇൽ ജസഅ അൻഹു മഖ്ദൂറാ വലാ റാഖബൽ മലകു ഫീഹി അഹ്ലൻ വലാ അശീറാ ബലിം തസല മാ കാന ബിഹി മഖ്മൂറാ. ആ വേജാറുകളൊന്നും ഈ മലക്കുകൾ പരിഗണിച്ചില്ല, അവർ ശ്രദ്ധിച്ചു തന്നെയില്ല. എന്താണോ അവരോട് കൽപ്പിച്ചത് അതവർ പ്രവർത്തിച്ചു. ഈ റബീഉൽ അവ്വൽ പോലൊരു മാസത്തിൽ നിങ്ങളുടെ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയായിട്ടുണ്ട്. ജനങ്ങളെ, എവിടെയാ പറയുന്നത്? പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ നബാത്യ ഖുത്ബയിൽ. ആരാ പറയുന്നത്? ഖതീബ്. എപ്പോഴാ പറയുന്നത്? റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച. അപ്പൊ ചിന്തിക്കല്ല മൗലവി, രണ്ടാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12 അപ്പൊ റബീഉൽ അവ്വൽ 12 അടുത്ത വെള്ളിയാഴ്ച ആവും. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ഏതായാലും അത് ജന്മദിനായിരിക്കുന്ന. ശരി, രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉസ്താദ് വന്നു, ഖുത്ബ കിതാബ് എടുത്തു. ഏട് മറിച്ച് നോക്കുമ്പോ അവിടെയും കാണാം വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ ഔ ദഫഅൽ ഖദറ ഖദറുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ ലകാന അവ്വല നാജിൽ ലികമാലി ഫളിഹിർ റസൂൽ. അതേ ഉന്നതമായ സ്ഥാനം കൊണ്ട് മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, സുന്ദരമായൊരു മുഖം മരണത്തെ തടുക്കാൻ, പ്രയാസങ്ങളെ തടുക്കാൻ പ്രയോജനപ്പെട്ടിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൽ ലികമാലി ഫളിഹിർ റസൂൽ, ഈ പറയപ്പെട്ട എല്ലാ യോഗ്യതകളും പൂർത്തിയാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ജനങ്ങളെ, രണ്ടാമത്തെ വെള്ളിയാഴ്ചയും. എന്നിട്ട് ജനങ്ങളോട് രണ്ടാമതും പറയണത് വലഖദ് തഖല്ലാ ഫീ മിസ്ലി ശഹരിക്കും ഹാദാ അജലുഹു,
ആ റസൂലുള്ളാഹിയുടെ ആത്മാവ് റൂഹ് ഏറ്റെടുത്തത് ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ജനങ്ങളെ, റബീഉൽ അവ്വൽ മാസത്തിലാണ്. വഹാതത് ബിഹി മിനൽ മൗത്തിൽ മഖ്ദൂരി ഉഖലു, ആ മരണത്തിന്റെ ആ പാർശ്വങ്ങൾ പ്രവാചകനെ വലയം ചെയ്യുകയാണ്. മാത്രമല്ല ആ മലക്കുകൾ ആ ആത്മാവിനെ ഏറ്റെടുക്കാൻ വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന്റെ പിടിയിൽ അമരുകയാണ്. ഹത്താ ഇദാ ഉസ്ബിഹൽ ഹുൽഖൂം വജാശ ബിഹസ്റജതിഹൽ മഹൈസൂം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ്, ആത്മാവ് നബിയുടെ തൊണ്ടക്കുഴിയിലെത്തിയപ്പോ ആ മരണത്തിന്റെ പിടിയിൽ പ്രവാചകൻ അമരുമ്പോ വംതദ്ദത്തിൽ യമീനു വൻകബലത്തി ശിമാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ ചുരുട്ടുകയും അതുപോലെ ഇടത് കാൽ നീട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്ന് മാത്രമല്ല വതഖൽഖത്തിൽ അഅ്ളാഉ വൽ ഔസാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഡി നരമ്പുകൾ വേദനിക്കുകയാണ്. വറശഹൽ ജബീലുൽ കർബിസിയാഖ്, ആ സമയത്തുണ്ടായ വേദന കൊണ്ട് നബിയുടെ നെറ്റിത്തടം ഉയർത്തു പോവുകയാണ്. വആദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഫിറാഖ്, ആ സമയത്ത് അവിടെ കൂടിയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. ഞാനിതാ വേർപെടാൻ പോവുകയാണ്, എന്റെ അന്തിമ നിമിഷങ്ങളാണെന്ന് പ്രവാചകൻ അവരെ അറിയിക്കുമ്പോ ഫനാദതുഹു താഹിറത്തുൽ ബത്തൂൽ വൽ ഖലിഖതു സഖൂൽ, മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമത്തു താഹിറ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ നബിയേ, എന്ത് വേദനയാണ്, എന്ത് പ്രയാസമാണ് അങ്ങയുടേത്. വകർബാ ലികർബിക യാ അബാ, ഉപ്പ അങ്ങയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ, എനിക്കടക്കാൻ കഴിയുന്നില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാരമകൾ ഫാത്തിമ പൊട്ടിക്കരയുമ്പോ ഫജാബഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈഹി, തന്റെ കരളിന്റെ കട്ടമെന്ന് പറഞ്ഞ ആ സ്വന്തം മകളെ പ്രവാചകൻ പിടിച്ച് മാറോടടുപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ ലാ കർബ അലാ അബീകി ബഅദൽ യൗം, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ, ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല മോളെ. ഉപ്പ അവസാനത്തെ വേദന അനുഭവിക്കുകയാണ്, ഉപ്പയുടെ അവസാന നിമിഷമാണ് മോളെ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പക്ക് വേദനയില്ല മോളെ. വഖാലൽ ഹസനു വൽ ഹുസൈനു ബാക്കിയൈനി വാജദ്ദാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹിയുടെ പേരെ കുട്ടികൾ പൊട്ടിക്കരഞ്ഞിട്ട് വിളിക്കുന്നു, യാ ബാജദ്ദാ, ഓ ഉപ്പാപ്പാ, ഓ ഉപ്പാപ്പാ എന്ന് പറഞ്ഞവര് കരയുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാവസ്ഥയിൽ പ്രവാചകൻ അനുഭവിച്ച വേദനകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസത്തില് രണ്ടാമത്തെ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ നിന്ന് തന്റെ മുന്നിലുള്ളവരോട് ഉസ്താദ് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യമെന്നറിയുമോ? ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫാ, ഇത് പറഞ്ഞിട്ട് ആരുടെ തേങ്ങലാടോ ഉയരാത്തത് എന്നാണ്. ചിലയിടത്ത് നഹീബെന്നല്ല നജീബെന്നാണ്, ചിലയിടത്ത് നജീബെന്ന്, വേറെ ചിലത്ത് നഹീബെന്ന്. രണ്ടായാലും ഒന്നുകിൽ ഏതൊരു ഉന്നതനാണ് ഇവിടെ ഉയരാതിരിക്കുന്നത്, നോക്കാതിരിക്കുന്നത്? ആരുടെ തേങ്ങലാണ്, നഹീബാണ് ഇവിടെ ഉയരാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത എന്ന് പറയുമ്പോ ഏത് കണ്ണാടോ ഇവിടെ നനയാത്തത്? ആരാടോ ഇവിടെ കരയാതിരിക്കുന്നത്? ഏത് കണ്ണാടോ ഇന്ന് കരയാത്തതായുള്ളത്? ഇന്ന് ആർക്കാടോ ദുഃഖിക്കാതിരിക്കാൻ കഴിയുന്നത്? ആർക്കാ ഇന്നിവിടെ ദുഃഖിക്കാതിരിക്കാൻ കഴിയുന്നത്? ആരാ ചോദിക്കുന്നത്? മിമ്പറിന്റെ മുകളിൽ നിന്ന് ഖതീബ്. ആരോടാ ചോദിക്കുന്നത്? റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷമാക്കാൻ വേണ്ടി കൊടിതോരണങ്ങൾ കെട്ടി മുന്നിൽ വന്നിരിക്കുന്ന ജനങ്ങളോട്, തന്റെ അനുയായികളോട് ചോദിക്കുകയാണ്. എന്ത്? അയ്യു നഹീബിൻ അലൈഹി മർതഫ, ആർക്കാണോ ഇന്ന് തേങ്ങാതിരിക്കാൻ കഴിയുക? അതെ, ഏത് കണ്ണാണോ ഇന്ന് കരയാതിരിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് പറഞ്ഞിട്ട് ഏതൊരു മനസ്സാണോ ഇന്നിവിടെ ദുഃഖിക്കാത്തതായിട്ടുള്ളത്? ഇത് അറബിയിൽ മിമ്പറിന്റെ മുകളിൽ ചോദിച്ച ഉസ്താദ് താഴെ ഇറങ്ങിയിട്ട് ഒരിക്കലെങ്കിലും ഇത് പറഞ്ഞോ? തന്റെ ജനതയോട് പറഞ്ഞോ? തന്റെ മുന്നിലുള്ളവരോട് പറഞ്ഞോ? തന്റെ മഹലിലുള്ളവരോട് പറഞ്ഞോ? തന്നെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞോ?
തനിക്ക് ഓരോ ദിവസവും കൃത്യമായി ഭക്ഷണം കൊണ്ടെത്തിക്കുന്നവരോട് പറഞ്ഞു, തനിക്ക് ചെലവിന് തരുന്നവരോട് പറഞ്ഞു, തനിക്ക് പിരിവിട്ട് ശമ്പളം തരുന്നവരോട് ഈ സത്യം പറഞ്ഞു? പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇത് പറഞ്ഞ ആള് നേരെ താഴേക്കിറങ്ങിയാൽ പറയുന്നത് അങ്ങ് വടക്ക് വെടിഞ്ഞാറ് മക്ക എന്നൊരു ദേശത്ത് റബീഉൽ അവ്വൽ 12 പിറന്നതാഹാമത്ത് റസൂൽ. അതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. നാട്ടിൽ വഹാബികൾ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തോടെ ഘോഷയാത്ര മുജാഹിദ് പള്ളിയുടെ മുന്നിൽ കൂടെ പോകണം. അങ്ങനെ മുജാഹിദ് പള്ളിയുടെ മുന്നിൽ കൂടെ ശക്തമായ ഘോഷയാത്ര. ആരോടാ ഈ വാശി? വാശിക്ക് മീശ വിരിച്ചാൽ സ്വന്തം മുഖം വേദനിക്കുമെന്നല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയാസമുണ്ട്? ഒരാൾ വാശിക്ക് ഇങ്ങനെ മീശ വിരിക്കടാ, അങ്ങനെ ചെയ്യല്ലേ, ഇയാൾ പിന്നെയും വിരിക്കുക. ആർക്കാ കേട്? അവൻ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വാശിയുടെയോ വൈരാഗ്യത്തിന്റെ വിഷയമൊന്നുമില്ല. ഇത് നേരെ ചെല്ല. മുജാഹിദുകൾ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുത്തില്ല, ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ മുട്ടുകുത്തിക്കൊന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞങ്ങളോടല്ല ചോദിക്കുന്നത്. നേരെ ചെല്ല, പള്ളിയിൽ ചെല്ല. ഉസ്താദിന്റെ ഒരു പ്രശ്നമില്ല, ഉസ്താദിന്റെ അടുക്കൽ ചെല്ല. ഉസ്താദെ സുഖല്ലേ? അൽഹംദുലില്ലാ. ഖൈറല്ലേ? അൽഹംദുലില്ലാ. എങ്കിലും ഉസ്താദെ ആ ഖുത്ബയുടെ കിതാബ് ഒന്ന് എടുക്ക്. നബാത്തി ഖുത്ബയുടെ കിതാബ് കുറെ കാലമായി എങ്ങനെ കേൾക്കും, എന്താണിതെന്ന് അറിയണം. റബീഉൽ അവ്വൽ മാസത്തെ ആ ഖുത്ബ എന്ന് കേൾക്കട്ടെ ഉസ്താദ്. ഉസ്താദ് ഓതിപ്പറ. ഉസ്താദ് ഓതിത്തരും. ഏതാണ്ട് അർത്ഥം എന്ന് പറഞ്ഞതാ. അവിടെ നിന്ന് കേൾക്കുക, എന്നിട്ട് സ്വന്തം തീരുമാനിക്കുക, സ്വന്തം ചിന്തിക്കുക. ഇങ്ങനെ തന്നെ പഠിക്കല്. എന്നിട്ടൊക്കെ മുജാഹിദാകല്. അല്ലാതെ ആദ്യം തന്നെ ആരും മുജാഹിദാവില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് പഠിച്ചു വരുമ്പോഴാണ് അവസാനം എന്താവല്? മുജാഹിദാകല്. അപ്പോ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇത് ചോദിക്കുക. അപ്പോ പിന്നെ ഉസ്താദിനോട് ചോദിക്കല്ലോ, ഉസ്താദെ നമ്മുടെ നേതാവ് വഫാത്തായത് റബീഉൽ അവ്വലാണെന്ന് ഇത് പറയുന്നു, ഈ ദിവസം ഇത് കുറിച്ച് പറയുമ്പോ വേദനിക്കാത്തത് എന്ത് എന്ന് ചോദിക്കുന്നു, കരയാത്തത് എന്ത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നാളിത്രയും ഇതിന്റെ പേരിൽ നമ്മൾ ആഘോഷിച്ചില്ലേ, അത് ശരിയാണോ? എന്റെ പ്രവാചകനോടുള്ള ഹുബ്ബാണോ, സ്നേഹമാണോ എന്ന് ചോദിക്കണം. അപ്പോ വേണമെങ്കിൽ ഒരുപാട് കിതാബുകൾ അങ്ങനെയാണല്ലോ.